അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ നായകനെത്തിയ സിനിമയായിരുന്നു 21-ാം നൂറ്റാണ്ട്. ചിത്രം പരാജയമായിരുന്നു. ഇപ്പോഴത്തെ പ്രണവ് മോഹൻലാൽ മലയാള സിനിമയിൽ മികച്ച നിലയിൽ അധികം വൈകാതെ തന്നെ എത്തുമെന്ന് പറയുകയാണ് അരുൺ ഗോപി. പ്രണവ് മോഹൻലാലിൻ്റെ നല്ല വശങ്ങളും അതുപോലെ തന്നെ മോശം വശങ്ങളും എന്തൊക്കെയാണെന്ന് അരുൺ ഗോപി പറയുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ. പ്രണവിൻ്റെ പരിമിതികളും ഗുണങ്ങളും അരുൺ ഗോപി വിവരിക്കുന്നു. പ്രണവ് മോഹൻലാലിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹം. നല്ലൊരു പൊസിഷനിൽ എല്ലാ രീതിയിലും മികച്ച ഒരാളായി അയാൾ മലയാള സിനിമയിലെത്തും. വ്യക്തിപരമായി പ്രണവിനോട് എനിക്ക് ഒരുപാട് ആരാധനയുണ്ട്. അയാളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മലയാളം അത്ര കംഫർട്ട് അല്ലാത്തതിൻ്റെ പ്രശ്നം അയാളിലുണ്ട്. ഇംഗ്ലീഷാണ് അയാളുടെ കംഫർട്ടബിൾ ഭാഷ. മലയാളത്തിൻ്റെ സോൾ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറയുന്ന ഡയലോഗിനകത്ത് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അറിയില്ല. മലയാളം അത്ര കംഫർട്ട് അല്ലാത്തതിൻ്റെ പ്രശ്നമാണ് നിലവിൽ പ്രണവിന്. അത് റിക്കവർ ചെയ്ത് അയാൾ എത്തുക തന്നെ ചെയ്യും. അതിനുശേഷം നോക്കിക്കോളൂ പ്രണവ് എന്താണെന്ന്. ഞാനായിട്ട് ഒന്നും പറയുന്നില്ല, അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്, അരുൺ ഗോപി പറഞ്ഞു. 31 വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ നായകനായി കെ മധു ഒരുക്കിയ സിനിമയായിരുന്നു 20-ാം നൂറ്റാണ്ട്. പേരിൻ്റെ സാമ്യം പോലെ തന്നെ 21-ാം നൂറ്റാണ്ടും ആക്ഷനും എൻ്റർടൈനറും തന്നെയായിരുന്നു. മുളകുപാടം ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം കൂടിയായിരുന്നു അത്. അരുൺ ഗോപിയുടെ ആദ്യ ചിത്രമായ രാമലീല നിർമ്മിച്ചതും ടോമിച്ച മുളകുപാടമായിരുന്നു. വമ്പൻ ടീമുകളാണ് സിനിമയ്ക്കായി അണിചേർന്നത്. സിനിമയുടെ ആക്ഷൻ കൈകാര്യം ചെയ്തത് പീറ്റർ ഹെയ്ൻ ആയിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.